ഒരു വാർത്താ വിശകലന പരിപാടികൾ ചെയ്യുന്ന ഒരു ചാനൽ എന്നുള്ള നിലക്ക് നമുക്ക് പലപ്പോഴും നിങ്ങളോട് അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടി വരാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രാഷ്ട്രീയത്തിൽ വരുന്ന ചേഞ്ചുകൾ, ഇലക്ഷനുകൾ, അതിൻ്റെ സ്ട്രാറ്റജികൾ ഇതൊക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഗസ ഇസ്രായേൽ യുദ്ധം പോലെയൊക്കെയുള്ള വലിയ ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് പലപ്പോഴും നിങ്ങളോട് വിശകലനം ചെയ്യേണ്ടി വരാറുള്ളത്. മൂന്നാമതായിട്ടുള്ളത് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളൊക്കെ നടത്തുന്ന ചില അനീതികളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരാറുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ മനസ്സിന് അത്ര സന്തോഷം നൽകുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വലിയ തോതിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് CPM-ൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ പേര് AKG സെൻറ്റർ എന്നാണ്. അപ്പോൾ ആ AKG സെൻറ്റർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് AK ആൻ്റണിയുടെ കാലത്ത് ഒരു സ്ഥലം കൊടുത്തതാണ് CPM-ന്. ആ സ്ഥലം കൊടുക്കുന്നതിൻ്റെ കാരണം AKGയുടെ പേരിൽ ഒരു പഠന ഗവേഷണ കേന്ദ്രം തുടങ്ങുന്നതിനാണ്. അപ്പോൾ ആ പഠന ഗവേഷണ കേന്ദ്രമല്ല, ഇപ്പോൾ അത് സംസ്ഥാന കമ്മിറ്റി ഓഫീസാണെന്ന് നമുക്കറിയാം. ആ പഠന ഗവേഷണ കേന്ദ്രത്തിൽ നടത്തുന്ന ചില പഠനങ്ങളെയും ഗവേഷണങ്ങളെയും കുറിച്ചിട്ട് പറഞ്ഞാൽ CPM അത് പൊളിച്ചുകൊണ്ട് ഓടേണ്ടി വരും എന്നാണ് നമ്മുടെ PV അൻവർ സാഹിബ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ എത്രത്തോളം ഗുരുതരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്ത് തരത്തിലുള്ള പഠനമാണ് അവിടെ, അല്ലെങ്കിൽ ഗവേഷണമാണ് നടന്നിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇത്തരത്തിലുള്ള ചില ഗവേഷണങ്ങൾ നമ്മുടെ ലെനിൻ സെൻറ്ററിൽ നടന്നത് നമുക്കറിയാം. അത് നമ്മുടെ ഗോപി കോട്ടപ്പുറക്കൽ അന്ന് ജില്ലാ സെക്രട്ടറിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ഗവേഷണങ്ങളൊക്കെ നടന്നിരുന്നു. അതെന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാർട്ടി ആ ഒരു ആസ്ഥാനം മാറ്റിക്കൊണ്ട് അതിൻ്റെ ഏതാണ്ട് ഓപ്പോസിറ്റായിട്ട് തന്നെ സ്ഥലം വാങ്ങിച്ച് പുതിയ ബിൽഡിങ് പണിയാണ്. അപ്പോൾ അതിൻ്റെ പണി തുടങ്ങിയത് 2022-ലാണ്. പക്ഷേ പണമില്ലാത്തതുകൊണ്ട് പണി അങ്ങോട്ട് നീങ്ങിയിട്ടില്ല. കാരണം CPM എന്ന് പറയുന്നൊരു പാർട്ടിക്ക് നേരത്തെ ഇക്കണോമിക് ടൈംസിലൊക്കെ വന്ന വാർത്ത എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മയിൽ ഏതാണ്ട് വലിയ അസറ്റുള്ളൊരു പാർട്ടിയാണ്. 4400 കോടി രൂപയുടെ അസറ്റുള്ള പാർട്ടിയാണെന്നാണ്. അന്ന് പക്ഷേ നിരവധി ഓഫീസുകളൊക്കെ ഉണ്ടായിരുന്നു, ബംഗാളിലൊക്കെ ഓഫീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ചില പത്രം കാണില്ലായിരിക്കും. എന്താണെങ്കിലും പക്ഷേ നമുക്കറിയാം CPM-ന് വലിയ ദാരിദ്ര്യമുള്ളൊരു പാർട്ടിയാണെന്നുള്ളത്. അതിൻ്റെ കാരണം പാർട്ടിയുടെ കയ്യിലേക്ക് വലിയ പണം എത്തുന്നില്ല. പലപ്പോഴും ഈ വലിയ മുതലാളിമാരോ ആളുകളോ ഒക്കെ തന്നെ പണം കൊടുക്കാൻ ഉള്ളത് പലപ്പോഴും ആളുകളുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത്. ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തിധരൻ എന്ന് പറയുന്ന പഴയൊരു സഖാവ്, അദ്ദേഹം കൈതോലപ്പായിൽ പണം പൊതിഞ്ഞുകൊണ്ട് ഒരു ഓർമ്മ നിങ്ങൾക്ക് വന്നേക്കാം. പക്ഷെ അത്തരം ഓർമ്മകളൊന്നും നമ്മൾ സൂക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഈ ഹുണ്ടിക പിരിവ് കൊടുക്കണം. ഈ പണം പിരിക്കേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ പാർട്ടിക്കില്ല. പാർട്ടി പറഞ്ഞാൽ വേണമെങ്കിൽ യൂസഫ് അലി മുതലാളിയോ അല്ലെങ്കിൽ രവി പിള്ള മുതലാളിയോ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പണം എത്ര വേണമെങ്കിലും കൊടുക്കും. യൂസഫ് അലിയൊക്കെ ഗാന്ധി ഭവന് തന്നെ കൊടുത്തേക്കണത് ഏതോ 10-15 കോടി രൂപയൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ അതൊന്നും ഇവർക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ പാർട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല. പാർട്ടി നിങ്ങളെയും എന്നെയും പോലെയുള്ള അതീവ സാധാരണക്കാരായ ദരിദ്രരായിട്ടുള്ള ആളുകളോടാണ് പണം മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്, പാലോറ മാതയെ പോലെയുള്ള ആളുകളോട്. അതുകൊണ്ട് പാർട്ടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പണം കൊടുക്കണം. പിന്നെ ഈ മുതലാളിമാരുടെ കയ്യിൽ നിന്നുള്ള പണമൊക്കെ ഇപ്പോൾ നേരിട്ടാണ് മേടിക്കുന്നത്. നമുക്കറിയാം രവി പിള്ള ഗ്രൂപ്പിലാണ് മറ്റേ ബിനീഷ് കൊടിയേരിയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ വീണ വിജയൻ ഏറ്റവും ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ വലിയ മുതലാളിമാരല്ല, ചെറിയ മുതലാളിമാർ പോലും ഇവരെ കൈവിട്ട് സഹായിക്കും. പക്ഷേ പാർട്ടി അത് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കരിമണൽ കർത്ത എന്നറിയപ്പെടുന്ന ശശിധരൻ കർത്ത, അദ്ദേഹം മാസപ്പടിയായിട്ട് വീണ വിജയനാണ് പണം കൊടുത്തുകൊണ്ടിരുന്നത്. നേരത്തേക്കാണെങ്കിൽ അത് പാർട്ടിക്ക് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാർട്ടി എന്താണെങ്കിലും ഇവരുടെ കയ്യിലൊന്നും പണം മേടിക്കുന്നില്ല. അത്ര ദരിദ്രാവസ്ഥയിലായതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ അതീവ കൃത്യതയോടുകൂടി കയ്യിൽ പറ്റാവുന്ന രീതിയിൽ, നമ്മുടെ മാക്സിമം പറ്റുന്ന രീതിയിൽ, ഇനി 2 ദിവസം പട്ടിണി കിടന്നിട്ടാണെങ്കിൽ പോലും നമ്മൾ തീർച്ചയായിട്ടും സംഭാവനകൾ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേൾക്കുമ്പോൾ ചില കുബുദ്ധികളൊക്കെ ആരോപിക്കും. കാരണം ഈ പണം ആരെങ്കിലും അടിച്ചു മാറ്റിയല്ലോ എന്ന് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. സോഷ്യലിസം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഇതുമായി വരുന്ന ബക്കറ്റുമായി വരുന്ന സഖാക്കൾ ഒരു കാരണവശാലും ഇതിൽ നിന്ന് ഒരു അണാപ്പായി അടിച്ചു മാറ്റില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചില ചിന്തകൾ പോകുന്നുണ്ട്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം അടിച്ചു മാറ്റിയവരാണ്, അതെടുത്ത് ചീട്ട് കളിച്ചവരാണ് എന്നൊക്കെയുള്ള ചില കുപ്രചരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട് അതൊന്നും വാസ്തവമല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല, നമ്മൾ ധൈര്യമായിട്ട് സംഭാവന കൊടുക്കണം. ഇനി ഇല്ലെങ്കിൽ പോലും, നിങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഇത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. മിക്കവാറും പ്രതീക്ഷിച്ചതിൻ്റെ 3 ഇരട്ടിയൊക്കെ ആയിരിക്കും പിരിച്ചെടുക്കാൻ കഴിയുക. അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൈറ്റിലയിൽ പണ്ട് ഇതുപോലൊരു ഹുണ്ടികപ്പിരിവ് നടത്താൻ ബക്കറ്റുമായി ചെന്നപ്പോഴുള്ള ഒരു അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. ആ അനുഭവം എന്ന് പറയുന്നത്, വൈറ്റിലയിൽ ഹോണ്ട ആക്ടിവയുടെയൊക്കെ ഷോറൂം നടത്തുന്ന അന്നത്തെ ഒരു മുതലാളി എന്ന് പറയുന്നത് നേരെ ഈ ബക്കറ്റിലേക്ക് ഇട്ടത് ഒരു കീയാണ്. അപ്പോൾ കീ ഇട്ടത് കണ്ടിട്ട് മറ്റു ചില സഖാക്കൾക്കൊക്കെ ഇത് നേരത്തെ മുൻകൂട്ടി അറിയാമായിരുന്നു. പക്ഷേ എങ്കിലും ഈ അറിയാത്ത സഖാക്കളൊക്കെ ഞെട്ടിപ്പോയി. കാരണം ഈ കീ എന്താണെന്ന്. അപ്പോൾ അദ്ദേഹം ഒരു വണ്ടിയാണ് അങ്ങോട്ട് സംഭാവനയായിട്ട് കൊടുത്തത്. അപ്പോൾ ആ സംഭാവനയായിട്ട് വണ്ടി കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പാർട്ടിയുമായിട്ടൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയതാണ്. കാരണം
അദ്ദേഹത്തിൻ്റെ അങ്ങോട്ട് ഹോണ്ട ആക്റ്റീവ വണ്ടികൾ വന്ന് നിൽക്കുമ്പോൾ CIT-കാരാണ് അത് ഇറക്കിക്കൊണ്ടിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ CIT-കാരാണ് ഇറക്കാനില്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് CIT-കാരെ അങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇറങ്ങിപ്പോരാനുള്ള നിങ്ങളെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു ഇരുമ്പോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം ഇങ്ങോട്ട് വെക്കും. അപ്പോൾ വണ്ടി ഇവിടെ നിന്ന് ഓടിച്ചിറക്കും. അപ്പോൾ വണ്ടി ഇതിൻ്റെ ഇവിടെ മുകളിൽ കയറിയിരുന്ന് CIT-കാരൻ വെറുതെ ഇങ്ങോട്ട് ഓടിച്ചിറക്കുകയാണ് ചെയ്യുന്നത് താഴേക്ക്. അപ്പോൾ അവൻ ഓടിച്ചിറക്കുമ്പോൾ അവൻ താഴേക്ക് വരുമ്പോൾ ബ്രേക്ക് പിടിക്കുന്നത് ചിലപ്പോൾ ശരിയായിരിക്കില്ല, ചിലപ്പോൾ അടുത്തൊരു റൗണ്ടൊക്കെ എടുത്തിട്ടായിരിക്കും, ചിലപ്പോൾ ഒന്നുകൂടി അങ്ങോട്ട് പോയിട്ടൊക്കെ ആയിരിക്കും നിർത്തുക. അങ്ങനെ പല അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഇവർ പാർട്ടിയുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കി ഏറ്റവും ഒടുവിൽ പാർട്ടിക്ക് ഒരു ഹോണ്ട ആക്റ്റീവ തന്നെ സംഭാവനയായിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഹുണ്ടി പിരിവിന് ചെന്നപ്പോൾ. അപ്പോൾ അത്തരത്തിൽ കൊടുക്കാനുള്ള നിരവധി ആളുകൾ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടും ഈ നാട്ടിൽ ജീവിച്ചിരിക്കണമെന്നും കച്ചവടം നടത്തണമെന്നും ഒക്കെ ആഗ്രഹമുള്ളവരുണ്ടാകും എന്നുള്ളതുകൊണ്ടും പിന്നെ വലിയ വലിയ നേതാക്കളാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് അവർ വൈര്യനിരാധന ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളുകളാണെന്ന് അറിയാവുന്നതുകൊണ്ടൊക്കെ പേടിച്ചിട്ട് ഈ പാവപ്പെട്ട ആളുകളൊക്കെ തന്നെ തീർച്ചയായിട്ടും സംഭാവന കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പോസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ആ പോസ്റ്റിൽ ഈ പാർട്ടി ഫണ്ട് ശനി ഞായറുമായിട്ട് സ്വരൂപിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചില കുബുദ്ധികളായിട്ടുള്ള ആളുകൾ ചില വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. ആ വിമർശനങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, ഇതിൻ്റെ താഴെയുള്ള ഒരു കമൻറ്റ് നിങ്ങൾക്കിപ്പോൾ കാണാം, കള്ളനും കൊള്ളക്കാർക്കുമൊക്കെ ഒളിച്ചിരിക്കാനായിട്ട് ഒരു ബിൽഡിംഗ് സംഭാവന കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ചില കുലംകുത്തികളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ. പിന്നെ അടുത്തൊരു വാചകമാണ് എന്നെ ഞെട്ടിച്ചത്. അത് ചെറിയ ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അടുത്ത RSS മന്ദിരമാകുമോ എന്നുള്ളതാണ്. എനിക്കും പാർട്ടി സഹാക്കളോട് അതൊന്ന് ആലോചിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം ഒരു 2026 കഴിഞ്ഞിട്ട് പണിതാൽ പോരെ എന്നുള്ളതാണ്. കാരണം ബംഗാളിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം. പല പാർട്ടി ഓഫീസുകളും തൃണമൂൽ കോൺഗ്രസ്സുകാരും മറ്റുള്ള പാർട്ടിക്കാരും ഒക്കെ കയ്യേറുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ അതുപോലെ എങ്ങാനും ഇനി ഇല്ലാതായി പോയാൽ ഉറപ്പായിട്ടും ഇനി ഈ പാർട്ടി ഓഫീസൊക്കെ ആർക്ക് ഉപകരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്നും കൂടി 2026 കഴിഞ്ഞിട്ട് സഹാക്കളെ ഇത് മുന്നോട്ട് പോയാൽ മതി. പണപ്പിരിവ് ഊർജ്ജമായിട്ട് നടന്നോട്ടെ, അതോർത്തൊന്നും പേടിക്കാനില്ല. പണപ്പിരിവ് തീർച്ചയായിട്ടും ഗംഭീരമായിട്ട് നടക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ പാർട്ടിക്ക് ഈ പണപ്പിരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതാണ്ട് 7000 കോടി രൂപയിലധികം വരുന്ന പ്രൊജക്റ്റൊക്കെ ഏറ്റെടുത്തേക്കണം ഊരാളുങ്കൽ സൊസൈറ്റിയോട് പറഞ്ഞാൽ അവരുമൊക്കെ ഇത് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അവരൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന പല ആളുകൾക്കൊക്കെ തന്നെ നേരിട്ട് പണമായിട്ടും അവരുടെ പൊക്കിളിൻ്റെയും അതുപോലെയുള്ള വാടകകളുമായിട്ടൊക്കെയാണ് നമ്മുടെ കൊടുക്കുന്നത്. അത് ഈ CM എന്ന് പറയുന്ന ഇനീഷ്യലുള്ള ചില ആളുകൾക്കൊക്കെ തന്നെ അത്തരത്തിലുള്ള പണം കിട്ടുന്നതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള ഈ പറയുന്ന JCB അത് വാടക കൊടുക്കുന്നതിന് ഏതാണ്ട് 3 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് പാർട്ടിയുടെ കയ്യിൽ പണമില്ലാത്തത് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. പിന്നെ ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ വേറൊരു ഉത്തമനായിട്ടുള്ള സഖാവിട്ടേക്കണ കമൻറ്റ് കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ആ കമൻറ്റിൽ പറയുന്നൊരു കാര്യം, ഈ പിരിവ് അദ്ദേഹം ശനി ഞായർ കൊണ്ടാണ് നടത്തണമെന്ന് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് 2 ദിവസം മുമ്പേ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ചെറിയൊരു പൂജാമുറി കൂടി പണിയുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ചെറിയൊരു അമ്പലവും കൂടി പണിയുന്നത് നന്നായിരിക്കും. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ അവിടുത്തെ പ്രതിഷ്ഠ ആരായിരിക്കും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും. എന്താണെങ്കിലും അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയായി തുടരുകയും പാർട്ടിയിൽ ആധിപത്യം ഉള്ളിടത്തോളം കാലം അവിടുത്തെ മുഖ്യ പൂജാരിയായിട്ട് ഗോവിന്ദമാഷായിരിക്കും എന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചെറിയ കാര്യം കൂടി നിങ്ങൾ പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പാർട്ടി ഓഫീസിൻ്റെ പണി നല്ല ഗംഭീരമായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആ പാർട്ടി ഓഫീസ് പണിത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ പാർട്ടി ഓഫീസ് AKG സെൻറ്ററിൽ പഠനവും ഗവേഷണവും മാത്രമായി ഒതുങ്ങും എന്ന് കൂടിയാണ് പറഞ്ഞേക്കുന്നത്. അതെന്തായിരിക്കും എന്നുള്ളതിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. എന്താണെങ്കിലും ഇനി മുതൽ ഈ പാർട്ടി സ്വതന്ത്രരെയും പുറത്തു നിൽക്കുന്ന ആളുകളെയും ഒക്കെ വിളിച്ചു കയറ്റുമ്പോൾ ശ്രദ്ധിക്കണം സഖാക്കളെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് കുറച്ചും കൂടി ആഡംബരപൂർണ്ണമായിട്ടുള്ള കുറച്ചും കൂടി ഗംഭീരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ആലപ്പുഴയിൽ പണ്ട് ഇതുപോലെ പണികിടന്നപ്പോൾ ഞാൻ പോയി നോക്കിയതാണ് അവിടുത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസ്. അത് വലിയ ബിൽഡിംഗ് ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. ഇതെന്താണെങ്കിലും ഗംഭീരമായിട്ട് നടക്കട്ടെ. ഇനി അവിടെ നടക്കാൻ പോകുന്ന ഗവേഷണമൊക്കെ പുറത്തറിയാതിരിക്കാൻ PV അൻവറിനെ പോലെയുള്ള ആളുകളെയൊക്കെ വിളിച്ച് അകത്തേക്ക് കയറ്റരുത് എന്നുകൂടി എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ശുപാർശ കൂടിയുണ്ട്. പറ്റുമെങ്കിൽ വരുന്ന ആളുകളുടെ മൊബൈൽ ഫോണൊക്കെ പുറത്ത് പിടിച്ച് മേടിച്ച് വെച്ചിട്ട് വേണം പാവപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം പണി തീർക്കാൻ. അത്തരത്തിലുള്ളൊരു സെക്യൂരിറ്റി ഗാർഡിന് കൂടി ഒരു വലിയ റൂം പണിയുന്നതും റെഡ് വോളണ്ടിയർമാരെ നിർത്തുന്നതൊക്കെ നല്ലതായിരിക്കും. പിന്നെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഞാനൊന്ന് ആവർത്തിക്കുന്നു. ആവർത്തന വിരസതയ്ക്ക് നിങ്ങളെന്നോട് ക്ഷമിക്കണം. കാരണം ഇത് 2026 കഴിഞ്ഞിട്ട് പണിതാൽ മതി. കാരണം ഇത്ര വലിയൊരു ഓഫീസ് ആവശ്യമുണ്ടാകുമോ ഇല്ലയെന്നൊക്കെ നമുക്കറിയാം. കുറച്ച് പണം നമുക്ക് ലാഭിക്കാം. അല്ലെങ്കിൽ പിന്നീട് ഇത് കൊണ്ടുപോകാനും വിൽക്കാനുമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന ഓർമ്മപ്പെടുത്തലുകളോട്
എല്ലാ ഈ പിരിക്കാനിറങ്ങുന്ന സഖാക്കൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. 2 ദിവസം പട്ടിണി കിടന്നിട്ടാണെങ്കിലും ശരി നമ്മളിതിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും അടിയന്തര ആവശ്യമുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെ മനസ്സിൽ വലിയ ഉൾപ്പുളകമുണ്ടാകുന്ന കാര്യമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.